ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഈ കാണുന്ന ഒരു വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് അടുത്തായിട്ടാണ്. ആലുവയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 3.4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് 5.5 കിലോമീറ്റർ. നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡ് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കുസാറ്റ് നോക്കുവാണെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 4.8 കിലോമീറ്റർ. കാക്കനാട് ഭാഗത്തേക്കാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താം. മെയിൻ റോഡിന് വളരെ അടുത്താണ്. മെയിൻ റോഡ് ഉദ്ദേശിക്കുമ്പോൾ കടകളൊക്കെയുള്ള ജംഗ്ഷന് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ചുറ്റിനും വീടുകളുണ്ട്. ഫ്രണ്ടിലൂടെ പോകുന്നത് നല്ല വീതിയുള്ള വഴിയാണ്. എടുത്തു പറയേണ്ടത്, മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകളിലേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെ 2 കാറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പാർക്ക് കടന്നു പോകാവുന്ന വലിയൊരു റോഡ് തന്നെയാണ് വീടിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 3,150 ലാൻഡ് അളവ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം കൂടാതെ ഒരു കിഡ്സ് പൂൾ ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലേസർ കട്ട് ഡിസൈൻ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഫോൾഡിംഗ് ആൻഡ് സ്ലൈഡിംഗ് മെത്തേഡിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ എലിവേഷൻ ആയിട്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. എല്ലാ വർക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്രിക്ക് മോഡൽ വർക്ക് വരുന്നുണ്ട്. ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള പെയിന്റിങ്സ് വരുന്നുണ്ട്. നല്ല രീതിയിൽ LED സ്ട്രിപ്പുകളും ഷോ ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ദർശനം നോക്കുവാണെങ്കിൽ വടക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള പോർച്ചിന് അണ്ടറിലേക്കാണ്. പോർച്ച് ഏകദേശം മതിൽ വരെ എൻഡ് ചെയ്യുന്നുണ്ട് റൂഫ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വാഹനം കംഫർട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ പോർച്ചിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഡ്രിങ്കിംഗ് വാട്ടറിന് നമുക്ക് ഇവിടെ കിണറാണ് ഉള്ളത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു കിണറാണ്. നല്ലൊരു വെള്ളമാണ് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മുടെ മതിലിന്റെ ആ ഒരു കോമ്പൗണ്ട് വാളിന്റെ എൻഡ് പോർഷനിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്ന ഭാഗങ്ങളിലും ചെറിയൊരു പ്ലാന്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്തും ചെടികൾ നട്ടിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ പോർച്ചിലെ സെയിം ഫ്ലോർ തന്നെയാണ്. സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വഴി വീടിന്റെ ബാക്ക് സൈഡ് ആണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഇതുപോലൊരു ഡോർ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ആ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബാക്ക് സൈഡ് ആണ്. വർക്ക് ഏരിയ ചെയ്തെടുക്കാൻ നല്ല സ്പേസ് ഉണ്ട്. നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു ചെറിയ അലക്കുകല്ലും പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ നല്ല വൈഡാണ്. ഇവിടെയും മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ മഹാഗണിയിൽ 2 പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 10 അടി നീളവും 9.5 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ കൊടുത്തിട്ട് ഗോൾഡൻ ബീഡിങ് വരുന്നുണ്ട്. TV വെക്കാനുള്ള മെയിൻ ബോർഡ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് നേരെ കയറി വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടും മെയിൻ ഡോറിന്റെ അടുത്തായിട്ടും ഒക്കെയാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്കുകളൊന്നും ചെയ്യാതെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ലിവിംഗ് സ്പേസ് കണ്ടു. ലിവിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഇവിടുത്തെ പാർട്ടീഷൻ വരുന്നുണ്ട്. മൾട്ടിവുഡിൽ ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും അതിനിടയിലൊക്കെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. 10 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് ഒരു 6-7 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ അതിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ട് അവിടെ നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്.
ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അകത്ത് ടഫിന്റെ ഗ്ലാസ് ആണ്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് വയ്ക്കാനൊക്കെ ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താഴെ നമുക്കുള്ള ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. 13-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. 2 വിൻഡോസ് അവിടെ ആയിട്ടാണ്. വിൻഡോസിന്റെ 2 സൈഡിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വലിയൊരു ക്യാബിനറ്റ്, ഒരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്നുണ്ട്. മിറർ ഫെസിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു ചെറിയ സ്പേസിലൊക്കെ ഓപ്പൺ ഷെൽഫുകൾ വന്നിട്ട് അതിനിടയിലൊക്കെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നല്ല ഭംഗിയുള്ള കളറിലും ഡിസൈനിലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ജെറയിലാണ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണാനുള്ളത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ഡിസൈനിലാണ് ഡോർ വരുന്നത്. വാസ്തുപരമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പാചകം ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ ടൈലാണ് വരുന്നത്. അവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. നിറയെ ക്യാബിനറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നോക്കിക്കോളൂ, നല്ല ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഭംഗിയായിട്ട് മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വിൻഡോസ് കൂടാതെ ഈ ഭാഗത്തായിട്ട് കൂടി നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും അവിടെയാണ് വരുന്നത്. റൂഫിന്റെ മിഡിൽ പോർഷനിലാണെങ്കിലും ചെറിയ രീതിയിലെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. നമുക്ക് അവിടെ വർക്ക് ഏരിയ കൂടി ചെയ്ത് എടുക്കാവുന്നതാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ആദ്യത്തെ ഒരു ലാൻഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. അത് ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുഷൻ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കാവുന്ന നല്ല അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് പെർഗോള മോഡലിൽ നമുക്ക് ഗ്ലാസ് ഇട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. മുകളിൽ ഷോ ലൈറ്റ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇതുപോലൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. 5 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ബുക്ക് ഷെൽഫ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വോള് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് യൂട്ടിലിറ്റിയുടെ എൻട്രൻസ് ആണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഇവിടെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 സൈഡിലായിട്ട് ടോട്ടൽ 5 വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ തന്നെ LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് മിറർ കൂടി അറ്റാച്ച് ചെയ്ത് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. താഴെ പോലത്തെ തന്നെ ടൈലുകളാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഇവിടെയും ജെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു മെയിൻ ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലോർ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഡിസൈൻ ആണ് വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈറ്റ്സ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റർ വർക്കുകളാണ്. റൂഫിലൊക്കെ നമുക്ക് ഇനി ലൈറ്റ് ഫിറ്റിംഗ്സ് വരാനുണ്ട്. അതിനുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ ഒരു എൻഡ് വരെ വന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു ഏരിയ അവസാനിക്കുന്നത്. ഈ ഒരു വോളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനിലും കളർഫുൾ പെയിന്റ്സിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇനിയും ഒരുപാട് പ്ലോട്ടുകൾ ഇവിടെയുണ്ട്. വീടുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിനകം തന്നെ വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീട് വരാൻ പോകുന്നത്. ടോട്ടലി നമുക്കിനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 13-10 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബുകൾ കാണാം. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എയർ ഹോൾ ഫെസിലിറ്റിയുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 13x10 സൈസ് നല്ലൊരു സൈസിൽ തന്നെയാണ് ബെഡ്റൂം വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ ഏകദേശം സെയിം കളർ കോമ്പിനേഷനിലുള്ള തന്നെയാണ് വരുന്നത്. ഈ ഒരു ബാത്റൂം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് കാണാനുള്ളത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഇവിടെയും ഫ്ലോർ ടൈലുകൾ വുഡൻ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ്, പൈപ്പ് കണക്ഷൻസ് എല്ലാം ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു കാര്യം കൂടി കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ടെറസിന്റെ മുകളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. കിഡ്സിനായിട്ടുള്ള ഒരു പൂൾ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ വീടുകളിൽ കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ്. കുട്ടികൾക്കൊക്കെ അവരുടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രീതിയിലൊരു പൂൾ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കണ്ടത് കളമശ്ശേരിക്ക് വളരെ അടുത്തായിട്ട് ആലുവയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. മെഡിക്കൽ കോളേജ്, കുസാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒക്കെ വളരെ അടുത്താണ്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ നിന്നെത്താം. ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയുന്ന നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നിങ്ങൾക്കറിയാം, കളമശ്ശേരിയിലൊക്കെ വീടുകൾ വന്നാൽ പെട്ടെന്ന് സെയിലായി പോകും. അതുപോലെ തന്നെ ഈ കാണുന്ന വീട് റോഡിന് വളരെ അടുത്ത്, ജംഗ്ഷനൊക്കെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിലേക്ക് നമുക്ക് ഈസി ആക്സസ് ആണ്. ഷോപ്പുകളൊക്കെ ഒരുപാടാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3,150 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ ഉണ്ട്. വർക്ക് ഏരിയ സൗകര്യമുണ്ട്. നല്ലൊരു കിച്ചൺ കിട്ടുന്നുണ്ട്. നമുക്കൊരു കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാത്തിലും ഉപരി നല്ലൊരു കിഡ്സ് പൂൾ ഫെസിലിറ്റി കൂടി വീടിന് ടെറസിന് മുകളിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. 70 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് ഇവിടെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാം. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ഈസി ആയിട്ട് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു പ്രൈസ് ആണ്, നല്ലൊരു ലൊക്കേഷൻ ആണ്. ചാൻസ് വിട്ടുകളയേണ്ട, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.